ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ട്രിവാൻഡ്രത്തൊരു ചെറിയ ഒരു ആവശ്യമായിട്ട് വന്നതാ. പക്ഷേ വി ആർ സ്റ്റക്ക് ഹിയർ. സോ ഉച്ചവരെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടും ഒക്കെ ഇരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബോറടിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു അമ്മ എന്തായാലും ബോറടിച്ചിരിക്കുക. സോ വി ക്യാൻ ഗോ ഫോർ എന്തെങ്കിലും ഒരു ഔട്ടിംഗ് പോലെ പോവാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്നത് അച്ഛൻ്റെ കസിൻ്റെ വീട്ടിലാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് വലിയച്ഛൻ തന്നെയാണ് കൊണ്ടുപോയി നമ്മളെങ്ങനെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. വലിയച്ഛൻ പോന്നു. നമ്മളത് കഴിഞ്ഞിട്ട് യൂബർ എടുത്ത് സ്ട്രെയിറ്റ് നമ്മൾ വേളി ടൂറിസ്റ്റ് വില്ലേജിലോട്ട് പോയി. അവിടെ ചെന്നു, ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഞാൻ കുറച്ചുകൂടി എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി. ബിക്കോസ് അതിന് മുന്നേ നമ്മൾ സൂവിലൊക്കെ പോയപ്പോൾ അത്രയും കാണാനും അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു. സോ ഞാൻ കുറച്ചുകൂടി എക്സ്പെക്റ്റഡ് ആയിരുന്നു. ബട്ട് ഞാനെന്തോ സാറ്റിസ്ഫൈഡ് ആയില്ല. ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് മേ ബി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടി പോയതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. നമ്മൾ ഒരു ചെറിയൊരു കാഴ്ച കണ്ടാണേ, പുള്ളി ഫ്രൂട്ടി കുടിക്കുക. ഫ്രൂട്ടിയൊക്കെ കുടിച്ച് പുള്ളി ആ കവർ എടുത്തിട്ട് അങ്ങോട്ട് പോയി. നമ്മൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും പുള്ളി കവർ എടുത്തിട്ട് അങ്ങ് പോയി. നീ എടുക്കണ്ടടോ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് തൂക്കുപാലത്തിലൊക്കെ കയറി ബീച്ചിലോട്ടൊക്കെ പോയി. പക്ഷെ നല്ല വെയിലായിരുന്നേ. ലൈക്ക് നമ്മൾ സ്ഥിരം, അതായത് ഞാൻ സ്ഥിരം വെയിൽ കൊള്ളുന്ന ഒരാളല്ല. സോ എനിക്ക് അതിൻ്റേതായുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫേസിലോട്ട് അടിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റിൽ നമ്മൾ ആ ഒരു പ്ലേസിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. സോ ഞങ്ങൾ തൂക്കുപാലത്തിലൊക്കെ കയറി. അമ്മയ്ക്ക് നല്ല ടെൻഷൻ. അമ്മയ്ക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് പേടിയാണ്. സോ ഞങ്ങൾ ആ തൂക്കുപാലത്തിലൊക്കെ കയറി പയ്യെ ബീച്ചിലൊക്കെ പോയി ഒരു ചെറിയ ഗെയിമൊക്കെ കളിച്ച് തിരിച്ചു പോരുക ചെയ്തത്. അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. കാരണം ഒന്നും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നൊന്നും എനിക്ക് അവിടെ നിന്ന് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എനിക്കറിയില്ല. മേ ബി നിങ്ങൾക്ക് അതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് മീ ആൻഡ് എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എനിക്കതാണ്. കാര്യം എനിക്കത്ര ഒരു എന്താ പറയുക, ഞാൻ അത്ര എക്സൈറ്റഡ് ആയില്ല. എനിക്ക് എനിക്ക് അങ്ങനത്തെ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഒരു ഫിലിം കണ്ടിറങ്ങുമ്പോൾ പോലും എനിക്കൊരു 10% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അതായത് നമ്മളത്രയും ടൈമും എഫേർട്ടും നമ്മുടെ വാല്യുബിളായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ടൈമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും റിലാക്സേഷനും സാറ്റിസ്ഫാക്ഷനും കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എൻ്റർടൈൻമെൻറ്റ് വേണം. സോ ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ആ ടൈം നമ്മൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്യും അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ വി ഷുഡ് ഗെറ്റ് സംതിങ് ഫ്രം ദാറ്റ്. സോ ആ ഒരു സാധനം എനിക്കെന്തോ വേളി വില്ലേജിൽ നിന്ന് കിട്ടിയില്ല. ഫൈൻ, കുഴപ്പമില്ല. നമ്മൾ തിരിച്ചു പോന്നപ്പോഴും തിരിച്ചു പോകുന്നത് എന്തോ 5:30 ആയപ്പോൾ തിരിച്ചതാ അവിടുന്ന്. പക്ഷേ നല്ല ഹെവി ബ്ലോക്കായിരുന്നു, ട്രാഫിക് ബ്ലോക്കായിരുന്നു. എന്തായാലും ഡേ ഓക്കെ. ദാറ്റ്സ് അടുത്ത ദിവസം കാണാം.